ഖസാക്കിൻ്റെ ഇതിഹാസം. ഒ.വി. വിജയൻ. ഭാഗം 1. വഴിയമ്പലം തേടി. കൂമൻകാവിൽ ബസ്സു ചെന്നു നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. വരും വരായകളുടെ ഓർമ്മകളിലെവിടെയോ ആ മാവുകളുടെ ജരയും ദീനതയും ഹൃദയസ്ഥമായി തീർന്നതാണ്. കനിവ് നിറഞ്ഞ വാർദ്ധക്യം, കുഷ്ഠം പറ്റിയ വേരുകൾ, എല്ലാം അതുതന്നെ. ആളുകൾ ബസ്സിറങ്ങി പിരിഞ്ഞു പോകാൻ തുടങ്ങി. അവിടം ബസ് റൂട്ടിൻ്റെ അവസാനമാണ്. ആ ദശാസന്ധി പോലെ ആ ചെറിയ പീടികകളുടെ നടുവിൽ വെട്ടുവഴി അവസാനിച്ചു. അതും താണ്ടിയുള്ള യാത്രയിൽ ഇത്തിരി വിശ്രമം ലാഭിച്ചെടുക്കാമെന്നോണം അയാൾ ബസ്സിനകത്ത് ചാരിയിരുന്നു. തല തിരിയുന്നുണ്ട്. രാവിലെ തുടങ്ങിയതാണ് ബസ് യാത്ര. സ്വാമികളുടെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ വെള്ളി പൊട്ടിയിരുന്നേയുള്ളൂ. അന്തേവാസിനിയായ സ്വാമിനിയുടെ കാവിക്കച്ചയും ചുറ്റിയാണ് ഇറങ്ങിയത്. ധൃതിയിൽ പറ്റിയ അബദ്ധമായിരുന്നു. നേരം പൊങ്ങിയിട്ടേ മുണ്ടുകൾ മാറിപ്പോയത് മനസ്സിലായുള്ളൂ. കാവിക്കച്ച ചുറ്റി ചവിട്ടുവഴിത്താരയിലൂടെ കുന്നുകയറി പള്ളമിറങ്ങി ബസ്സുനിരത്തിലേക്ക് നടന്നപ്പോൾ മരങ്ങളും പാറകളും കുറ്റിച്ചെടികളും ഗർഭബീജങ്ങളെപ്പോലെ ഉയർത്തു രൂപം കൊള്ളുകയായിരുന്നു. പെട്ടിയെടുക്കാൻ ആള് വേണ്ടേ? ബസ്സിലോരം ചാരി നിന്നുകൊണ്ട് കണ്ടക്ടർ അകത്തേക്ക് നോക്കി രവിയോട് പറഞ്ഞു. നമ്മളൊരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ, ഉപകാരം. രവി ഇറങ്ങി കാലു നിലത്തു വെച്ചപ്പോൾ നേരം പോക്കു തന്നെ. ചുരം കയറുന്ന ബസ്സിൽ തല പുറത്തേക്കിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു. അരയാലിലകളിൽ ഒരു പതിഞ്ഞ കാറ്റു വീശി. തല തിരിച്ചിലിന് ഇത്തിരി ആക്കം തോന്നി. ബസ്സിന്റെ തട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും ഇറക്കി കഴിഞ്ഞിരുന്നു. ഹോൾഡോളിന്റെ പുറത്ത് പതിഞ്ഞിരുന്ന അഴുക്കുപാടുകളിലേക്ക് രവി നോക്കി. അതൊക്കെ സോഡാപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് കഴുകിക്കളയണമെന്നോ മറ്റോ അയാൾ നിശ്ചയിച്ചു. സുഖാലസ്യത്തിന്റെ ചുഴിയിൽ പതുക്കെ കറങ്ങിത്തിരിയുന്ന മനസ്സിനെ നിലയ്ക്കു നിർത്താനെന്നോണം രവി ആ അഴുക്കുപാടുകളിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു. ഞെങ്ങണ്ടാണ്? ചുമട്ടുകാരൻ ചോദിച്ചു. ഇനി രവി പറഞ്ഞു. അരയാലിലകളിൽ കാറ്റുവീശി ഖസാക്കിലേക്ക്. രവി പറഞ്ഞു. ഏറുമാടങ്ങളിൽ ഒന്ന് സർബത്ത് പീടികയായിരുന്നു. 2 സർബത്ത്. രവി പറഞ്ഞു. ഹായ്, ഞമ്മക്ക് വേണ്ട, ചുമട്ടുകാരൻ ഭംഗിവാക്കു പറഞ്ഞു. കഴിക്ക കാരണോരെ, രവി ധൈര്യപ്പെടുത്തി. ഇനി ഇവിടുന്നങ്ങട് ഇശി നടക്കണ്ടേ? വേവട പിടിച്ച നരകപടത്തിനു മുമ്പിലിരുന്നു കൊണ്ട് പീടികക്കാരൻ ഗ്ലാസുകൾ കലത്തിൽ മുക്കി കഴുകിവെച്ച് നന്നാരി സർബത്തിൻ്റെ കുപ്പി തുറന്നു. സോഡ വേണോ? വേണ്ട. ഐസ് ഉണ്ടോ? ഐസില്ല, പക്ഷേ വെള്ളം ഐസിലും തണുപ്പാണ്. ഒരു കവിൾ കുടിച്ചു നോക്കിയപ്പോൾ നേരാണ്, പുതുമഴയുടെ ചുവയുള്ള വെള്ളം. അവിടെ ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് രവി കൂമൻകാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. നിലത്തറഞ്ഞ തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള 4-5 ഏറുമാടങ്ങളായിരുന്നു കൂമൻകാവ് അങ്ങാടി. പാത അവസാനിക്കുന്നിടം ചെറിയൊരു മൈതാനമായിരുന്നു. അതിനു ചുറ്റുമാണ് ഏറുമാടങ്ങൾ കിടന്നത്. അവയുടെ പുറകിൽ തുവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങളിലും നഷ്ടപ്പെട്ട കുടിലുകൾ. അവയ്ക്കെല്ലാം മുകളിൽ ബലിഷ്ഠകായന്മാരായ മുത്തച്ഛന്മാരെ പോലെ പടർന്നു നിന്ന മാവുകൾ. നീലനരമ്പോടിയ പരന്ന തണലുകൾ. നരകപടത്തിൽ വീണ്ടും രവിയുടെ ശ്രദ്ധ പതിയുകയായി. വളരെ പഴക്കം ചെന്ന പടമാണെന്നു തോന്നി. അത്രയും കാലം തന്നെ കാത്ത് അത് ഈ പീടികയിൽ കിടന്നിരിക്കണം. അരയാലിലകളിൽ കാറ്റു പതിഞ്ഞു വീശി. രവി പീടികയ്ക്കകത്തെ ജാടികളിലേക്കും കൃഷ്ണമണികളുള്ള ലെമണേഡു കുപ്പികളിലേക്കും നോക്കി. മൂലയിൽ ഒരു പഴയ ഗ്രാമഫോൺ പൊട്ടിയിരിക്കുന്നു. നായ്ക്കുട്ടിയുടെ ചിത്രമുള്ള അതിൻ്റെ കാളം പുറത്തേക്ക് വിടർന്നു നിന്നു. ആ കാളത്തിലേക്ക് നോക്കിയപ്പോൾ അയാൾ എന്തൊക്കെയോ ഓർമ്മിച്ചു. 1-2 ഓർമ്മകളല്ല, കഥന സ്വഭാവമില്ലാത്ത ഓർമ്മകളുടെ വലിയൊരു മൂടൽമഞ്ഞ് തന്നെ സ്പർശിച്ചെന്നു തോന്നി. പീടികക്കാരൻ ആളുകളെ വെറുതെ വിടുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഒരു ഗ്ലാസ് സർബത്ത് കുടിച്ചു തീരുന്നതിനിടയിൽ രവി ഖസാക്കിലേക്കാണെന്നും അവിടുത്തെ മാസ്റ്റർ ആവാൻ പോവുകയാണെന്നുമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ സ്കൂളുണ്ടോ? ഞാൻ ചെന്നിട്ട് വേണം തുടങ്ങാൻ, രവി വിവരിച്ചു. ഏകാധ്യാപക വിദ്യാലയമാണ്. ജില്ലാ ബോർഡിൻ്റെ പുതിയ പദ്ധതിയാണ്. പീടികക്കാരൻ രവിയുടെ കാവിക്കച്ചയിലേക്ക് നോക്കി. ഞാൻ നനച്ചു കോൺഗ്രസ് ആണെന്ന്. രവി ചിരിച്ചു. കോൺഗ്രസ് തൽക്കാലം വേണ്ടാന്ന് വെച്ചിരിക്കുക. പിന്നെ ഈ കാവി വേദാന്തത്തിൻ്റെ സൂക്കേട് കൊണ്ടാന്ന് വെച്ചോളൂ.
പീഡികക്കാരൻ തൊഴുകൈയോടെ നിൽപ്പായി. കാവിമുണ്ടിനു കൂട്ടായി ഒരു കാവി പുതപ്പുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രവി ആശിച്ചു. ബോധാനന്ദന്റെ പുതപ്പുകളിലൊന്ന് ചൂണ്ടാമായിരുന്നു. പക്ഷെ സ്വാമിനിയുടെ കച്ച ചുറ്റി കടന്നു കളഞ്ഞതെല്ലാം അങ്ങനെ ഓർക്കാപ്പുറത്തായിരുന്നല്ലോ. ഞാൻ വന്നു കണ്ടോളയാ, പീഡികക്കാരൻ പറഞ്ഞു. ഇങ്ങണ്ട് വരുമ്പൊക്കെ ഇബടെ കയറിയിട്ടേ പുകാൻ ബസ്തുള്ളൂ. നിർബന്ധിച്ചിട്ടേ സർബത്തിന്റെ വില വാങ്ങിയുള്ളൂ. പെട്ടിയും കിടക്കയും എടുപ്പിച്ച് രവി പുറപ്പാടായി. അങ്ങാടി വിട്ട് അവർ ഒരിട്ടിലിലേക്കിറങ്ങി. ഇട്ടിലിലിറങ്ങുന്നത് ഒരു പള്ളത്തിലേക്കാണ്. തൃത്തറാവിന്റെ മണം. ഇരുവശവും പച്ച തഴച്ച വേലികളിൽ പൂച്ചെടിപ്പൂക്കൾ ഉറ്റുവിരിഞ്ഞു നിന്നു. എത്ര വഴിയുണ്ട്? ചുമട്ടുകാരനോട് ചോദിച്ചു. ദാ അടുത്തന്നെ. നട്ടുച്ചയാണ്, കാറ്റു വീശുന്നില്ല. എല്ലാം മയങ്ങിക്കിടപ്പാണ്. ഒരു ഉച്ചത്തണലിൽ എവിടെയോ രവിയുടെ ഓർമ്മകൾ തുടങ്ങുന്നു. കുട്ടിക്കാലം, സിൻഡ്രലയുടെ കഥ, നക്ഷത്രങ്ങൾ വിതറി വരുന്ന യക്ഷിയമ്മമാർ. അച്ഛൻ വായിച്ചു തന്ന കഥകൾ ഓർമ്മയിൽ ആവർത്തിച്ചാവർത്തിച്ച് കളിപ്പാട്ടങ്ങൾ മുന്നിൽ നിരത്തിവെച്ച് അയാൾ തിണ്ണയിൽ തനിച്ചിരിക്കും. അച്ഛനും ചിറ്റമ്മയും അകത്ത് ഉച്ചമയങ്ങുകയാവും. തിണ്ണയിൽ നിന്ന് ദൂരേക്ക് നോക്കിയാൽ അറ്റമില്ലാതെ ഞെറിഞ്ഞു കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങളാണ്. കാപ്പിത്തോട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മുല്ലപ്പൂ പുതച്ചു കുന്നുകൾ. ആകാശം അതത്രയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗർഭവതിയെപ്പോലെ കിടന്ന വെയിൽ. രവി അമ്മയുടെ വയറും ചാരി കിടക്കുമ്പോൾ അവർ പറയുമായിരുന്നു, നക്ഷത്രക്കുട്ട, കൽപ്പവൃക്ഷത്തിന്റെ തൊണ്ട് കാണണോ? വെയിലെരിയുന്ന മാനത്ത് നോക്കിയിരുന്നാൽ മതി. കുറേ നേരം അങ്ങനെ നോക്കുമ്പോൾ സ്ഫടികമണികൾ കോർത്തിണക്കിയ പോലെ എന്തോ കണ്ണനങ്ങുന്നതിനൊപ്പം ഇളകുന്നതു കാണാം. ഇമ തല്ലി മിഴിച്ചാൽ അതു കാണാതാവും. ദേവന്മാർ കൽപ്പവൃക്ഷത്തിന്റെ ഇളനീരു കുടിച്ച് തൊണ്ടുകൾ താഴോട്ടെറിയുകയാണത്രേ. ചാരിക്കിടന്നുകൊണ്ട് രവി കരിക്കിൻ തൊണ്ടുകൾ എണ്ണി തുടങ്ങും. 1, 2, 3. നിഴലും തിളക്കവുമുള്ള മേഘത്തിന്റെ വിടവിലൂടെ അതാ ഒന്നു താഴോട്ടുതിരുന്നു. മഞ്ഞപ്പുൽത്തകിടികളിലൂടെ, കുന്നിൻ ചെരുവിലൂടെ മറ്റൊന്ന് കാപ്പിത്തോട്ടങ്ങളിൽ നഷ്ടപ്പെടുന്നു. 12. അപ്പോഴേക്കും കണ്ണ് കടയാൻ തുടങ്ങും. കണ്ണു ചിമ്മി മിഴിച്ചാൽ കരിക്കിൻ തൊണ്ടുകളില്ല. മേഘക്കീറുകളും സ്ഥലത്തിന്റെ ശൂന്യശിഖരത്തിനു ചുറ്റും കപ്പലോട്ടുന്ന ചൂട്ടൻ കഴുകനും മാത്രമേ ഉണ്ടാവൂ. നക്ഷത്രക്കുട്ട, അമ്മ പറയൂ, അമർത്തിച്ചാരാണ്ടിരിക്കൂ. ചന്ദന നിറമുള്ള ആ വയറ്റിൽ ഒരു അനുജത്തിയുണ്ട്. വളരെ കാലം മുമ്പ് തൻ്റെ കൂടെ അമ്മയുടെ കാലിൻ്റെ പെരുവിരലിനകത്ത് താമസിക്കുകയായിരുന്നു. അവിടുന്ന് അങ്ങനെ കയറി വയറ്റിലെത്തി. പക്ഷേ അനുജത്തിയെ കാണാൻ പറ്റിയില്ല. അതിനു മുമ്പേ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചതിൻ്റെ തെളിഞ്ഞ ഓർമ്മകളില്ല. ഉച്ചനേരത്ത് തോട്ടം തൊഴിലാളികൾ തിണ്ണയിലും മുറ്റത്തും തിരക്കി നിന്നിരുന്നു. അച്ഛൻ്റെ ചങ്ങാതിമാർ പലരും അകത്തെ മുറികളിൽ അങ്ങുമിങ്ങും നടന്നു. അമ്മയുടെ കട്ടിലിനരികിലെ മേശപ്പുറത്ത് പളുങ്കുകുപ്പികൾ അത്തറു നിറച്ചു വെച്ചിരുന്നു. കണ്ണുകൾ ചിമ്മി അമ്മ കട്ടിലിൽ വിശ്രമിച്ചു. പുറത്ത് കൽപ്പകവൃക്ഷത്തിന്റെ തൊണ്ടുകൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു. അമ്മയെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആരോ തന്നെ പിടിച്ചു മാറ്റി. എങ്ങോട്ട് പോകുന്നെന്ന് തനിക്കറിയാമായിരുന്നു. കാപ്പിത്തോട്ടവും കുന്നും കടന്ന് അപ്പുറത്തേക്കാണ്. അങ്ങോട്ട് നോക്കിയാണ് എന്നും താൻ തിണ്ണയിലിരിക്കാറ്. അവിടെ ആകാശത്തിന്റെ അതിരുകളിൽ പുൽക്കൊടികളെപ്പോലെ പൈൻമരങ്ങൾ വളർന്നു നിന്നു. അവ ഉച്ചച്ചൂടിൽ അലിഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ കിരീടം ചൂടിയ ജലസർപ്പങ്ങൾ ചിറകടിച്ചു പൊങ്ങിവന്നു തന്നെ മാടി വിളിച്ചു. മഷ ഇക്കൊല്ലം പന്തികേടാണോ? ചുമട്ടുകാരൻ പറയുകയാണ്. ഓ, രവി മൂളി. കശിനെല്ലാം രാസ്തിയായിട്ടും പോയി. ഏതാണ്ട് 3 നാഴിക നടന്നിരിക്കണം. ഇനിയും അത്ര തന്നെ വഴിയുണ്ടെന്നു കാരണവർ പറഞ്ഞു. സാമാന്യം ഉയരമുള്ള ഒരു മേട്ടിലാണ് അവരിപ്പോൾ. പുറകിൽ അകലത്തായി കൂമൻകാവിലെ മേൽപ്പുരകൾ കാണാം. മാവുകളുടെ പന്തലിപ്പു കാണാം. അവയ്ക്ക് മുകളിൽ ചെമ്മണ്ണുയർന്നു. ബസ്സു പാലക്കാട്ടേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ചെമ്മണ്ണു വീണ്ടും ശമിക്കുന്നതുവരെ രവി അതു നോക്കി നിന്നു. തളർന്നോ? കാരണവർ ചോദിച്ചു. ഇല്ല. എന്തോ നനച്ചു നിന്നൂലേ? ഓ, ഒന്നുമില്ല. കാരണവർ ചിരിച്ചു. എന്നാ നടക്കീം കുട്ടി. വീണ്ടും ഇറക്കമാണ്. അത് കഴിഞ്ഞാൽ ഒരു പറമ്പും പാടങ്ങളും. നിറയെ കരിമ്പനകൾ. ഉച്ച തിരിഞ്ഞിരുന്നു. കാറ്റു വീശാൻ തുടങ്ങി. ചുരം കടന്ന് പാലക്കാടൻ കരിമ്പനക്കാടുകളിലേക്ക് വീശുന്ന കിഴക്കൻ കാറ്റാണത്. വളരെ ഉയരത്തിൽ ഒരു പക്ഷി ചൂളം വിളിച്ചു. കാരണവർ ചെവിയോർത്തു.
ഇന്നോ നാളെയോ മഴ പെയ്യും, അയാൾ പറഞ്ഞു. മഴ വരാനിരിക്കുമ്പോഴാണ് മാണിയൻ ചൂളമിടുക. മഴയെ പറ്റിയാണ് സംസാരം. ഒന്ന് മൂളിക്കൊടുത്താൽ മതി, കാരണവർ ഉത്സാഹത്തോടെ പറഞ്ഞുകൊള്ളും. മഴ മനുഷ്യനെ കറക്കാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല. അതല്ലേ കുട്ടി ഈ മായ? രവിക്ക് പെട്ടെന്ന് തന്റെ കാവിമുണ്ടിന്റെ കാര്യം ഓർമ്മ വന്നു. വിദഗ്ധ അഭിപ്രായം ആവശ്യപ്പെടുകയാണ് കാരണവർ. വേദാന്തം ഇത്തിരി പ്രയോഗിച്ചാലെന്തെന്ന് രവിക്കും തോന്നാതെയില്ല. പക്ഷെ വേണ്ടെന്ന് വെച്ചു. വയ്യ, ക്ഷീണമാണ്. എങ്ങനെയെങ്കിലും നടന്നു സങ്കേതമണയട്ടെ. ചോദ്യത്തിന് രവി മറുപടി പറഞ്ഞു. മായന്യാന്ന് വെച്ചോളൂ. മറുപടി കാരണവരെ നിരാശപ്പെടുത്തി. എങ്കിലും കാരണവർ തുടർന്നു. മലമ്പൊശ അണ കെട്ടി വെള്ളം തിരിക്കെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലാത്ത മശേനെ പെയ്യിക്കാനോ പെയ്യണ മശേനെ തടുക്കാനോ മനുഷ്യൻ കൂട്ടിയാ കൂടുമൊന്നും കുട്ടി. നേരാ, പക്ഷെ അണ കെട്ടിയാ പിന്നെ മഴ എത്ര പേടിക്കണ്ടാലോ. അത് പറയരുതായിരുന്നു. രസക്കയറ് പൊട്ടി. എന്തോ ഇപ്പൊ, കാരണവർ പറഞ്ഞു. ആളുകൾ പറയുന്നു പുന്നപ്പാറയിലെ 2 മലകളെ കരിങ്കൽ ചുമരുകൊണ്ട് ബന്ധിക്കുമെന്ന്. കടലിലേക്ക് ഒഴുകുന്ന മലമ്പുഴ തടഞ്ഞു നിർത്തി ഖസാക്കിലേക്ക് വെള്ളം തിരിക്കുമെന്ന്. കാലവർഷത്തിന്റെ ശാഠ്യം മനുഷ്യൻ തിരുത്തുമെന്ന് ധരിച്ചാൽ കണ്ടു തന്നെ അറിയണം. പോരെങ്കിൽ അങ്ങനെ ചെയ്യാമോ ആവോ? ഈശ്വരന്റെയും മനുഷ്യന്റെയും ബലാബലങ്ങളുടെ തുലനമാണവിടെ. ഒരു ചവിട്ടടിപ്പാത കോണോട് കോണായി പാടം മുറിച്ചു കിടന്നു. ദാ ഇവിടെ തന്നെ, കാരണവർ പറഞ്ഞു. അവരുടെ മുമ്പിൽ ഇടതിങ്ങി വളർന്ന ഒരു മരക്കുടിലായിരുന്നു. അതിന്റെ വിടവുകളിലൂടെ മഞ്ഞയും തവിട്ടും ചുവപ്പുമായി മേൽപ്പുരകൾ കാണാമായിരുന്നു. വെയിലിനെ മങ്ങിച്ച് ഒരു മേഘം നീങ്ങിയപ്പോൾ നിറങ്ങൾ തെളിഞ്ഞു. ചവിട്ടടിപ്പാതകൾ നാട്ടുകാര്യസ്ഥന്മാരെ പോലെ 4 ഭാഗത്തേക്കും പോയിക്കൊണ്ടിരുന്നു. തോട്ടുവക്കത്ത് മേനു നടന്നൊരു കരിമ്പോത്ത് കൊമ്പുകളെ എടുത്തുപിടിച്ച് രവിയെ നോക്കി മുക്കയിട്ടു. മരക്കുടിലിനകത്തുനിന്ന് ആരോ നീളത്തിൽ ഈണത്തിൽ വിളിച്ചു. ഗദീസാ, ഗദീസോ. ഖസാക്കിനു പുറകിലുയർന്ന ചെതലിമലയുടെ വാരികളിൽ കാട്ടുതേനിന്റെ വലിയ തവിട്ടുപാടുകൾ രവി കണ്ടു. ചെതലിമലയെ തുടർന്നങ്ങോട്ടു കിഴക്കൻ മലകളാണ്. ചവറ്റിലക്കിളികൾ, മണിപ്രാവുകൾ, വണ്ണാത്തിപ്പുള്ളുകൾ എന്തെല്ലാമോ കുറുകുന്നു. ഒരു ദേവിയാൻ പാമ്പ് വഴിമുറിച്ച് കാരപ്പൊന്തയിലേക്കു കയറി. ദൂരെ എവിടെയോ കാക്കകൾ ചൈറോഡാക്ടൈലുകളെ പോലെ വെയിലിന്റെ സ്ഫടികമാനത്തിലേക്കു നിലവിളിച്ചു പൊങ്ങി. തേവാരത്തു ശിവരാമൻ നായരുടെ ചെറിയൊരു നാറ്റുപുരയിലായിരുന്നു ഏകാധ്യാപക വിദ്യാലയം. 2 മുറി, വരാന്ത, പുറകിൽ താഴ്വാരം. വാതിൽ തുറന്നപ്പോൾ മണ്ണിന്റെയും നെല്ലിന്റെയും മണം വന്നു. 4-5 ബെഞ്ചുകൾ, കസേര, മേശ, ബോർഡ്. ഗാന്ധിജിയുടെയും ഹിറ്റ്ലറുടെയും ഹനൂമൽ പാദരുടെയും വർണ്ണപടങ്ങൾ. ഇതൊക്കെ ശിവരാമൻ നായരുടെ സംഭാവനയായി കാലേക്കൂട്ടി കരുതി വെച്ചിരുന്നു. സ്കോൾ അങ്ങോട്ട് തുടങ്ങട്ടെ മാഷേ. സർവവും സൗകര്യാക്ക. രവി ഒന്ന് മൂളുക മാത്രം ചെയ്തു. മാഷ്ക്ക് ഇവിടെ തന്നെ പാർക്ക. നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുവായിരുന്നു ഞാൻ. പക്ഷേ നല്ല കാര്യായി ശിവരാമൻ നായരെ. ഈ ചെയ്തതൊക്കെ തന്നെ ധാരാളായി. നമോ നമ്മ. നൊമ്പളാൽ കഴിയണത് 2 ഗോമാങ്ങ, നനഞ്ഞു പരന്ന 4 ഇഡ്ഡലി, മുളകുപൊടി, എരുമപ്പാലൊഴിച്ചു കൊഴുപ്പിച്ച കാപ്പി, ഒരു കൂജ നിറയെ. ഇത്രയും വെച്ചാണ് ശിവരാമൻ നായർ തിരിച്ചുപോയത്. വിശക്കുന്നുണ്ടായിരുന്നു. അതു കാരണം നല്ല രുചി തോന്നി. സ്കൂളിനു ചുറ്റും 10-15 കുട്ടികൾ വട്ടം തട്ടി നിന്നു. കുട്ടികളെ തിരിച്ചു വിളിക്കാനെന്ന ഭാവത്തിൽ കുറെ പെണ്ണുങ്ങളും അവിടെ വന്നു നിൽപ്പായി. വലിയ ചുണ്ടുകളും പതിഞ്ഞ മൂക്കുമുള്ള ഒരെണ്ണമയിലി, വാലുവെച്ചു കണ്ണെഴുതിയ ഒരു മധ്യവയസ്ക, തുടകൾ പറ്റെ കാണുവോളം ചേല മടക്കി കുത്തി കുഞ്ഞിനു മുല കൊടുത്തുകൊണ്ടു നിന്ന ഒരു ചെട്ടിച്ചി. അപ്പോഴാണ് ആ കുള്ളനായ കുതിരത്തലയനെ രവി കണ്ടത്. കുട്ടിയോ മുതിർന്ന മനുഷ്യനോ എന്നു നിർണയിക്കാൻ വയ്യ. ഒരു പച്ചത്തുമ്പിയെ നൂലിൽ കെട്ടി പറപ്പിച്ചുകൊണ്ട് അവൻ കുട്ടികളുടെ നടുവിൽ നിന്നു. കുട്ടികൾ അവനെ പതുക്കെ രവിയുടെ നേർക്കു തള്ളിവിടുകയാണ്. അത്രയും പെട്ടെന്ന് സഖ്യം സ്ഥാപിക്കേണ്ടെന്നു രവി നിശ്ചയിച്ചു. എങ്കിലും മുഖം മുറിയേണ്ടെന്നു കരുതി ചോദിച്ചു. എന്താ പേര്? പറയട കിളിയെ, കുട്ടികൾ പ്രോത്സാഹിപ്പിച്ചു. മങ്ങിയ പിത്തച്ചിരിയോടെ അവൻ പറഞ്ഞു. അപ്പുക്കിളി. അപ്പുക്കിളിയോ? തന്നെ സാർ, കുട്ടികൾ പറഞ്ഞു. കൊഞ്ഞനാണ് സർ. 8 കാലിപ്രാന്തനാണ് സർ.
ശരി, രവി പറഞ്ഞു. ഇപ്പോ പോവുക. അടുത്ത തിങ്കളാഴ്ച എല്ലാരും വരില്ലേ? ചിലമ്പു കിലുക്കും പോലെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ഓ സർ. ഇത്തിരി സ്വരം മാറ്റി പറയേണ്ടി വന്നു. ആ, ഇപ്പൊ എല്ലാരും പോവിൻ. ക്ഷീണവും നീരസവുമുണ്ട്. കുറച്ചൊന്ന് തനിച്ചിരുന്നാൽ കൊള്ളാമെന്നു തോന്നി. കുട്ടികളും പിന്നെയും ഇത്തിരി കഴിഞ്ഞ് പെണ്ണുങ്ങളും പോയി കഴിഞ്ഞപ്പോൾ രവി പെട്ടി തുറന്ന് സാധനങ്ങൾ ഒരുക്കി വെക്കാൻ വട്ടം കൂടി. ജനാലപ്പടിയിലെ കൂറകളെ പായിച്ച് അവിടെ പത്രം വിരിച്ചു വെടിപ്പാക്കി. ഭഗവത്ഗീത, പ്രിൻസ് തിരുവങ്കുളം, റിൽക്കെ, മുട്ടത്തു വർക്കി, ബോധലേർ, അങ്ങനെ കയ്യിലിരിപ്പുണ്ടായിരുന്ന ഏതാനും പുസ്തകങ്ങൾ അതിന്മേൽ അടുക്കി വെച്ചു. പിന്നെ ടൂത്ത് ബ്രഷ്, ഷേവിംഗ് സെറ്റ് തുടങ്ങിയ ശൃംഖലകൾക്ക് അത്രയും സ്ഥലം കണ്ടുപിടിക്കലായി. എന്നിട്ട് മൂരി നിവർന്ന് കസേരയിലേക്ക് ചാഞ്ഞു. കാൽവണ്ണയും അരക്കെട്ടും നോവുന്നു. വിശ്രമിക്കണം. കണ്ണടച്ച് കണ്ണടച്ച് കൈപ്പടം പതുക്കെ പതുക്കെ നെറ്റിയിൽ ചേർത്ത്. കുളിക്കാൻ തോട്ടിലേക്ക് തിരിച്ചപ്പോൾ നേരം താണിരുന്നു. ഇത്തിരി ചൂട് പൊടിഞ്ഞ പാറകൾ ചവിട്ടിയിറങ്ങി അയാൾ നടന്നു. താഴത്തെ കടവിൽ 2 ഉമ്മമാർ കുളിച്ചു നിൽപ്പാണ്. മുലയും അരയും മറയാൻ മാത്രം ഞാത്തിക്കെട്ടിയ കാച്ചിക്കീറുകളും കാറ്റത്ത് സ്ഥാനം പിഴച്ചുകൊണ്ടിരുന്നു. അന്തിവെളിച്ചത്തിൽ അവരുടെ ചുമലുകളും തുടകളും കറുത്തു. അലസമായി അങ്ങോട്ടു നോക്കി അയാൾ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ഉമ്മമാർ ചേല ചുറ്റി കടവു കയറിയപ്പോൾ രവി തനിച്ചായി. ഇളം ചൂടുള്ള വെള്ളം. തോട്ടിൽ നിന്നു കയറാൻ തോന്നിയില്ല. തോടിനും സ്കൂളിനും ഇടയ്ക്ക് തെല്ലൊരറ്റത്തേക്ക് മാറി സ്ഥൂലവും ജീർണവുമായൊരു പള്ളി. കയ്യും കാലും കുത്തി നിന്നു. തോടിനക്കരെ പാടങ്ങളാണ്. ഒരു താമരക്കുളം. വീണ്ടും പരന്ന പാടങ്ങൾ. അതിനപ്പുറത്ത് സന്ധ്യയുടെ സിന്ദൂരക്കുറി. അവിടെയാണ് നഗരം കിടന്നത്. നീരൊഴുക്കിൽ രവി ഒന്ന് തിരിഞ്ഞിരുന്നു. അയാൾ സ്കൂളിലേക്കും ഖസാക്കിലേക്കും നോക്കി. ഖസാക്കിനു പുറകിൽ ചെതലിമല ഇരുണ്ടു കഴിഞ്ഞിരുന്നു. രവി ഒരുപാടു നേരം വെള്ളത്തിൽ ആഴ്ന്നു കിടന്നു.